അനുഗ്രഹീതമാകുന്ന സന്ധ്യാസമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. റഹബത്ത് ഫെസ്റ്റിവൽ 2016 ആരംഭ സന്ധ്യയിൽ ഈ മീറ്റിങ്ങിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസന്മാർ, ദൈവമക്കൾ, ഈ ദേശനിവാസികൾ, ഇവിടെ കർത്താവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ആരാധന നയിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, മ്യൂസീഷ്യന്മാർ, എൻ്റെ സഹപ്രവർത്തകർ, വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, അതിനേക്കാൾ ഇരട്ടി ദൈവദാസന്മാർ സദസ്സിലുണ്ട്. സകല കർത്തൃദാസന്മാർക്കും ഇന്ന് രാത്രി വേഗത്തിൽ വരുന്ന നസ്രായനായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യമുള്ള നാമത്തിൽ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കൊണ്ടുവന്ന ദൈവമക്കളൊക്കെ തുറക്കുക. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം കർത്താവിൻ്റെ ദാസന്മാർ ആരെങ്കിലും പരസ്യമായി വായിച്ച് നിങ്ങളെ കേൾപ്പിക്കും. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇന്ന് രാത്രി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അടുത്ത വാക്യം കൂടി വായിച്ചു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വളരെ പെട്ടെന്ന് ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. സഹോദരന്മാരെ, പൗലോസ് കൊരിന്ത്യ സഭയെ വിളിക്കുകയാണ്. സഹോദരന്മാരെ, മാതർന്ന് പറ. ഫ്രോയിസ്, അത് വീട് കേൾക്കുമ്പോഴേ ഒരു സന്തോഷമുണ്ടല്ലേ. ഫ്രോയിസ് തല്ലോ. സഹോദരന്മാരെ, ഒരു ഉദരത്തിൽ നിന്ന് പിറന്നവർക്ക് വിളിക്കുന്ന പേരാണ് സഹോദരന്മാർ. ഫ്രോയിസ് തല്ലോ. ഒരു ഉദരത്തിൽ നിന്ന് പിറന്നവർക്ക് വിളിക്കുന്ന പേരാണ് സഹോദരന്മാർ, സഹോദരിമാർ. പക്ഷെ പൗലോസ് വിളിക്കുന്നത് കൊരിന്ത്യ സഭയെയാണ് സഹോദരന്മാരെ. ആമേൻ. അവിടെ വീടും ബന്ധവുമല്ല വിഷയം, അവിടെ കാൽവറിയിലെ ബന്ധമാണ് വിഷയം. കായീനും ഹാബീലും സഹോദരന്മാരാണ്. യെസ്. പക്ഷെ ഒരിക്കലും സഹോദരന്മാരെന്ന് പറയുവാൻ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് അർത്ഥമായില്ല. ഒരുവനിൽ ദൈവപ്രസാദമുണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് മറ്റൊരുവൻ അസൂയപ്പെട്ടിട്ട് ചേട്ടൻ അനുജനെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നു. അത് സഹോദരൻ എന്ന് പറയാൻ കഴിയുകയില്ല. സഹോദരൻ എന്ന് പറഞ്ഞാൽ തകർക്കുന്നവനല്ല, താങ്ങുന്നവനത്രേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാർക്കായി സ്തോത്രം, സഹോദരന്മാർക്കായി സ്തോത്രം. ഒറ്റ വീട്ടിൽ പിറന്നു എന്നുള്ള വേർഡിലാണ് ലോകം സഹോദര സഹോദരി എന്ന് പറയുന്നത്. പക്ഷേ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം കാൽവറിയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാകയാൽ, അതുകൊണ്ട് പല ഭാഷക്കാർ, പല സ്വഭാവക്കാർ, പല നിറമുള്ളവർ, പ്രൈസ് ദി ലോർഡ്, പല മേഖലയിലുള്ളവർ ക്രിസ്തുവിൽ വരുമ്പോൾ രണ്ടല്ല അവർ. ഹല്ലേലൂയ. സത്യത്തിൽ ഈ മീറ്റിംഗ് റഹബോത്ത് വർഷിപ്പ് സെൻറ്ററിൻ്റെ ഉത്തരവാദിത്വത്തിൽ നടന്ന മീറ്റിംഗ് ആണ്. സഹോദരങ്ങളായതുകൊണ്ടാണ് സഭാവ്യത്യാസം കൂടാതെ ഈ മീറ്റിങ്ങിലൊന്ന് പോകണം, ഒന്ന് സ്തോത്രം ചെയ്യണം എന്ന് നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചതിൽ ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. പൗലോസ് വിളിക്കുകയാണ് സഹോദരന്മാരെ. എന്നിട്ട് താൻ പറയുന്നൊരു വേർഡ് ഇതാണ്. മിക്ക ലേഖനങ്ങളിലും പൗലോസ് സഹോദരന്മാരെക്കുറിച്ച് സഹോദരന്മാരെ എന്ന വേർഡ് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നുണ്ട്. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി എന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. അതുപോലെ തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. 15:58 വായിക്കുന്നു, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ആമേൻ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേൻ. പ്രൈസ് ദി ലോർഡ്. ശാന്തമായ ഒരു ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയാണ്. പക്ഷെ പ്രയത്നത്തോടെ ഒരു ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ പിശാചി പേടിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രയത്നിച്ചു കൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ.
മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കൊരിന്ത്യ സഭയ്ക്ക് കൈമാറുകയ മറ്റൊരു സഭയെക്കുറിച്ച്. സത്യത്തിൽ നമ്മളൊക്കെ നമ്മുടെ സഭയെക്കുറിച്ച് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റൊരു സഭയെക്കുറിച്ച് നമ്മുടെ സഭയിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഡിക്ലെയർ ചെയ്യാറില്ല. കാരണം അതൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്താലോ എന്നുള്ള ചിന്തയിലാണ്. പക്ഷേ രഹബോത്ത് വർഷിപ്പ് സെൻറ്ററിലെ ദൈവമൊക്കെ അറിയാം, ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിയെടുക്കും പല സഭകളിലെ ഉണർവിനെക്കുറിച്ച്. ഫ്രൈസ്തല്ലോ. അതുകൊണ്ട് പല ദൈവദാസന്മാരെ ഉപയോഗിക്കുന്ന മേഖല ഞാൻ ചർച്ചിൽ ഡിക്ലെയർ ചെയ്യാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മറ്റൊരു സഭയെ സ്നേഹിച്ചാൽ നിൻ്റെ സഭയെ ദൈവം ഉയർത്തുവാനിടയായി തീരും. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? എടാ, കൊരിന്ത്യ സഭയ്ക്ക് ഒരു കൃപാവരത്തിനും കുറവില്ലാത്തതാ. ആ സഭയെക്കുറിച്ച് ആമേൻ, നിങ്ങൾ പ്രവചനപരമുള്ള സഭയാണ്, വ്യാഖ്യാനപരമുള്ള സഭയാണ്, എന്നാ രോഗശാന്തിയാണ് നിങ്ങളുടെ രോഗശാന്തി എന്നൊക്കെ പറയാനില്ലേ പൗലൂസ് വിചാരിക്കേണ്ടത്. പക്ഷെ പൗലൂസ് അവർക്ക് കൈമാറുന്നത് കൊരിന്ത്യ സഭയെ മക്കതോന്യ സഭകൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടം സഭയുണ്ട്. ഫ്രൈസ്തല്ലോ. ആ സഭയുടെ അഭിഷേകത്തെക്കുറിച്ച് താൻ വ്യക്തമാക്കുകയാണ്. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. 9 കൃപാവരവുമുള്ള സഭയോട് പറയുകയാണ്, ആ സഭയ്ക്ക് ഒരു കൃപ ലഭിച്ചു. കൃപ ലഭിച്ചു. ഇന്ന് രാത്രി വചനം പ്രസംഗിക്കുവാൻ ബൈബിൾ സ്കൂളിലെ വിദ്യാഭ്യാസമുള്ളത് കൊണ്ടല്ല ഈ രാത്രി ഞാനിവിടെ നിൽക്കുന്നത്. വചനം നന്നായി അറിയാവുന്നത് കൊണ്ടുമല്ല ഞാനിന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. ലഭിച്ച ദൈവകൃപയാണ്. ഞങ്ങളുടെ സഹോദരൻ സാം ഇവിടെ നിന്നുകൊണ്ട് കീബോർഡ് വായിക്കുന്നത് വർഷങ്ങളായി പഠിച്ചെടുത്ത കഴിവ് കൊണ്ടല്ല, ലഭിച്ച ദൈവകൃപ കൊണ്ടാണ്. ഫ്രൈസ്തല്ലോ. എത്ര പേർക്ക് കൈമാറാൻ കഴിയും ലഭിച്ച ദൈവകൃപ? എത്ര പേർ വിശ്വസിക്കും എനിക്ക് ആ കൃപ ലഭിച്ചതാണ്? അതോ വില കൊടുത്ത് വാങ്ങിയതാണോ? ഒരിക്കലുമല്ല. ഈ കൃപ ലഭിച്ചതാണെന്ന് പറയുന്നവർക്കായി സ്തോത്ര. സുവിശേഷം പറയാനുള്ള കൃപ ലഭിച്ചതാണ്, പ്രവചിക്കാനുള്ള കൃപ ലഭിച്ചതാണ്, രോഗിയെ സൗഖ്യമാക്കാനുള്ള കൃപ ലഭിച്ചതാണ്, അന്യഭാഷ നിനക്ക് ലഭിച്ചതാണ്, ആത്മാക്കളെ നേടാനുള്ള അഭിഷേകം ലഭിച്ചതാണ്, ഒരു വചനം പ്രസംഗിക്കാനുള്ള കൃപ ലഭിച്ചതാണ്. ആമേൻ. ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ പോൾസൺ ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്യുകയാണ്. അദ്ദേഹം പോയി പഠിച്ച 10 വർഷം പഠിച്ചിട്ട് വന്ന് പാടിയതല്ല, ലഭിച്ചതാണ്. ഇന്ന് രാത്രി ഇവിടെ വന്ന സഹോദര, ഇവിടെ വന്ന സഹോദരി, ലഭിച്ചതാണ്. എന്തിനാ ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നത്? യേശു കർത്താവിൻ്റെ അമ്മ മറിയോട് വരെ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കൃപ ലഭിച്ചവളെ. അങ്ങേ അറ്റം മറിയമ്മയ്ക്ക് വരെ കൃപ ലഭിച്ചതാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നു. നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്തെന്ന് ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാ. എനിക്കറിയില്ല, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന സമയം മുതൽ പ്രവചിക്കണമെന്ന ശബ്ദം ഞാൻ ഇന്ന് രാത്രി പല പ്രാവശ്യം ഞാൻ കേട്ടുകൊണ്ട് ഈ രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രസംഗിക്കാൻ വന്നതാണ് ഞാൻ, പക്ഷെ പ്രവചിക്കണം. ദൈവാലോചന, എൻ്റെ സന്ദേശം പ്രവചനമായി മാറട്ടെ എന്നിന്ന് രാത്രി ഞാൻ കൈമാറുകയാണ്. നിനക്ക് കൃപ ലഭിച്ചതത്രേ. മക്കതോന്യ സഭകൾക്കുള്ള ദൈവകൃപ എന്താണ്? അതിനെക്കുറിച്ച് പൗലോസ് 2-ാം വാക്യത്തിൽ എഴുതുന്നുണ്ട്. അവരൊത്തിരി മഹാദാരിദ്ര്യം അനുഭവിച്ചതാണ്, മഹാകഷ്ടങ്ങളിൽ കൂടി കടന്നുപോയവരാണ്. മഹാകഷ്ടം അധികം മഹാദാരിദ്ര്യം ഈസിക്കൽ ടു സന്തോഷ സമൃദ്ധി, ധാരാളം ഔദാര്യം. മക്കതോന്യയിൽ സഭ എങ്ങനെയാണ് ആരംഭിച്ചത് എന്നറിഞ്ഞെങ്കിലേ അവരുടെ കൃപയുടെ ആഴമെന്തെന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ബൈബിൾ പറയുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിലാണ് മക്കതോന്യ സഭകൾ ആരംഭിക്കത്തക്കവണ്ണം മക്കതോന്യയിലേക്ക് പൗലോസ് തൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തിയുമായി യാത്ര ചെയ്യുന്നതെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ലുസ്ത്രയിലും ബിഥുന്യയിലും ഇങ്ങനെ ത്രോവാസിലും മുസ്സിയിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില സ്ഥലത്തിൻ്റെ പേരുകൾ ബൈബിൾ 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 6 ശക്തമായ സന്ദേശങ്ങൾ പ്രസംഗിക്കാം. കാര്യം 6 പാരഗ്രാഫുകളായിട്ടാണ് ഓരോ സംഭവങ്ങൾ പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അത് 2-ാമത്തെ പാരഗ്രാഫിലാണ് മാസഡോണിയയിലേക്ക് പോകാനുള്ള ദൈവത്തിൻ്റെ വഴി പൗലോസ് അപ്പോസ്തലന് ദൈവം തുറന്നു കൊടുക്കുന്നത്. തൻ്റെ കൂടെ തിമോത്തിയോസ് എന്ന് പറയുന്ന ഒരു ഭക്തനെ 1-ാം പാരഗ്രാഫിൽ ലഭ്യമായെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. 2-ാം പാരഗ്രാഫിൽ വരുമ്പോൾ ഇവർ പോയി ബിഥുന്യയിൽ പോയി ദൈവവചനം പ്രസംഗിക്കാം എന്ന് ആശിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുവാൻ സമയമൊരുക്കി കാത്തിരിക്കുമ്പോൾ ആരും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു വാക്യം അതിൻ്റെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. എന്തിനാ വിലക്കിയത്? ആസിയിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു തടസ്സം എനിക്ക് വന്നാൽ ഞാൻ അപ്പം തന്നെ പറയും, ദുഷ്ട പിശാചേ, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറും. ചില മേഖലകളെ വിലക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ അതിന് ആമേൻ പറയാൻ ദൈവമക്കൾ തയ്യാറാകണം. അങ്ങനെ ചിലരെ ഉയർന്ന തലത്തിലേക്ക് ഇന്ന് രാത്രി ദൈവം എന്ന് എത്തിക്കാൻ പോകുകയാ. വിലക്കുന്നത് ദൈവമാണെങ്കിൽ അതിനെ തീർത്തും ആമേൻ എന്ന് പറയുവാൻ
സന്തോഷത്തോടെ അതിന് സ്വീകരിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറുണ്ട്? അറാ ഹാഷിയാന. യെസ് 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 യെസ്. നീ എവിടെ വചനം പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് സംഘാടകരല്ല. ആരാ? പറ, പരിശുദ്ധാത്മാവ്. ആ വേട് പറ, എന്നോട് ചേർന്ന് വാ തുറന്ന് വിളിക്ക്, ഹോളി സ്പിരിറ്റ്. പറയാൻ പറ്റിയൊരു നല്ല നാമം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രസംഗിക്കാൻ 2 മണിക്കൂർ നിങ്ങൾക്ക് എനിക്ക് നീട്ടി തന്നാൽ ഞാൻ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് തിരിഞ്ഞോടിയിട്ട് കൊടിയ കാറ്റ് മുതൽ തുടങ്ങാൻ എൻ്റെ അകം തിളയ്ക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവാണ് ശ്വാസം പോലെ നിന്റെ അകത്ത് വ്യാപരിച്ച് നിന്നെ ആത്മാവിൽ ശക്തനാക്കുന്നത്. ആഭിചാരം തൊടാതെ, മന്ത്രവാദം തൊടാതെ, പൈശാചിക ശുദ്രങ്ങൾ തൊടാതെ, അസൂയ തൊടാതെ, വൈരാഗ്യം തൊടാതെ, ആത്മാവിൻ്റെ ശക്തി നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതോർത്ത് ഇന്ന് രാത്രി അവന് സ്തോത്രം ചെയ്തേ മതിയാകുള്ളൂ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ പൗലോസ് അപ്പോസ്തലനെ യേശു കഴിഞ്ഞാൽ പ്രസംഗകർ ശക്തരായി ഉയർത്താൻ കാര്യം എന്താണ്? ഇതുപോലെ പരിശുദ്ധാത്മാവിനോട് ഒട്ടിയും മുട്ടിയും നടന്നൊരു ദൈവ മനുഷ്യൻ. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പോകണ്ടെന്ന് പറഞ്ഞാൽ പോവുകയില്ല, പൊക്കോളം പറഞ്ഞാൽ പോകും. ഒട്ടിയും മുട്ടിയും പോയാൽ നീ അവൻ്റെ അടുത്ത ആളായിരിക്കും. ഓ ഹല്ലേലൂയ. അവൻ യെസ് എന്ന് പറഞ്ഞാൽ നീയും തിരിച്ചു പറയണം യെസ്. അവൻ നോ എന്ന് പറഞ്ഞാൽ നീയും തിരിച്ചു പറയണം. പറ സഹോദരങ്ങളെ, അങ്ങനെ ഒരു ബന്ധം കീപ്പപ്പ് ചെയ്യാനുള്ളവർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ വിളി നിങ്ങൾക്കറിയില്ല സഹോദര, അറിയില്ല. നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലെ റോയിലിരിക്കുന്ന വ്യക്തിയുടെ അഭിഷേകം നിങ്ങൾക്കറിയില്ല. ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ, പരിശുദ്ധാത്മാവുമായി ഒരുമിച്ച് യാത്ര ചെയ്യാൻ വിളിയുള്ള ചിലതിനെ ഇന്ന് രാത്രി ദൈവം തൊടുകയാ. Thank you Lord. Thank you Jesus. വചനം പ്രസംഗിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം പറയും ശക്തമായ തടസ്സം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക പറയുന്നേ. ദൈവം ചിലത് ചെയ്യണമെങ്കിൽ ആദ്യം അവൻ തന്നെ ചിലത് തടയും. ആ സമയത്ത് ഒറ്റ കാര്യം ചെയ്യും, മുറി അടച്ച് അകത്ത് കയറിയിരിക്കുക, പ്രാർത്ഥിക്കാൻ നിർബന്ധമൊന്നുമില്ല, കിടന്ന് ഉറങ്ങ്, സ്വപ്നം കിട്ടും. വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. രാത്രി ദർശനത്തിൽ ആത്മാവ് ഇറങ്ങി, ഒരിടത്ത് തടഞ്ഞു. ഒരിടത്ത് തടഞ്ഞപ്പോൾ തന്നെ അടുത്ത വഴി പൗലോസ് സ്വീകരിക്കുക. ഏതാ? അന്ന് ബിഥുനിയിലേക്ക് പോയേക്കാം. മുസ്യയിലെത്തിയിട്ട് ബിഥുനിയിലേക്ക് പോകാം. ഉടനെ പൗലോസ് അപ്പോസ്തലൻ യാത്ര ലുസ്ത്രയിൽ നിന്ന് പുറപ്പെട്ട് നേരെ മുസ്സയിൽ വന്നു നേരെ ബിഥുനിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ തേണ്ടറ ഫ്രണ്ടിൽ നിൽക്കുക. യേശുവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല. അവിടെ വായിക്കുക, ആരും സമ്മതിച്ചില്ല? യേശുവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല. എന്താ വേണ്ടത്? നമ്മളാണ് പറയുന്നത് അവിടെയും തടസ്സം ഇവിടെയും തടസ്സം, 2 തടസ്സം ഒരുമിച്ച് വരുന്നെങ്കിൽ ഇത് പിശാചിൻ്റെ തന്ത്ര. ദേശത്തിൻ്റെ വിടുതൽ നടക്കാതിരിക്കാൻ പിശാച് കെട്ടിയ കെട്ട് കണ്ടില്ലേ? ഇങ്ങനെ പറഞ്ഞു തീർക്കാനല്ല അന്യഭാഷ, ഇത് ദൈവത്തോട് പറയാനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് പരിശുദ്ധാത്മാവ് തടയുന്നുവെന്ന് കണ്ടാൽ വഴിമാറിപ്പോകാതെ നേരെ ആ പാദത്തിലേക്ക് അങ്ങിരിക്കും. ഞാൻ എന്താ പരിശുദ്ധാത്മാവ് ചെയ്യണ്ടേ? ആസിയയിലും അങ്ങ് തടഞ്ഞു, മുസ്യയിലും തടഞ്ഞു. ആത്മാവ് പറഞ്ഞു ഇരുന്ന് പ്രാർത്ഥിക്കട. എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് രാത്രി ഞാൻ നിനക്ക് കൈമാറാൻ പോവാ. ഈ രാത്രിയിലെ ദർശനം നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നതായിരിക്കും. അന്നത്തെ കാലത്തെ തിമോത്തിയോസൊക്കെ ആകയാൽ ഭാഗ്യവാ. ഇല്ല, തിമോത്തിയോസ് എന്ത് പറയും? ഞങ്ങളുടെ പുള്ളി എവിടെ പോയാലും തടസ്സം, ഞങ്ങളുടെ പുള്ളി എവിടെ പോയാലും എന്താ? സഹോദര, ആത്മാവ് തടയുകയാണെങ്കിൽ നീ പറയണം യെസ് ലോർഡ്. പറ, വാ തുറന്നു പറ, യെസ് ലോർഡ്. ഒന്ന് പറയൂ സഹോദരങ്ങളെ. ഓ ഹല്ലേലൂയ. അവൻ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തുറന്നിരിക്കും. ഓ യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷകന്മാരെ, അഭിഷിക്തന്മാരെ, ഏതെങ്കിലും ഒരു വഴി അടഞ്ഞത് കണ്ടിട്ടാണോ ഇന്ന് രാത്രി നീ ഇവിടെ വന്നിരിക്കുന്നത്?
സഹോദര സഹോദരി, നിന്റെ വീട്ടുകാരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചല്ല നിന്റെ മൂവ്മെന്റ്സുകളൊന്നും. ദൈവദാസനെ, നിങ്ങളുടെ ഭാര്യ പറയുന്നതിനനുസരിച്ചല്ല നിങ്ങളുടെ മൂവ്മെന്റ്സ്, നിങ്ങളുടെ ചേട്ടൻ പറയുന്നതിനനുസരിച്ചല്ല നിങ്ങളുടെ മൂവ്മെന്റ്സ്. നിങ്ങളുടെ ഓരോ ചലനവും നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിലത്രേ. ആമേ ആമേ. ഈ തടയുമ്പോഴറിഞ്ഞോണം, നീ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ശക്തി വെളിപ്പെടാൻ പോകുകയാ. ഒരിടത്ത് തടഞ്ഞാൽ മറ്റൊരിടത്ത് സഭ എഴുന്നേൽക്കുകയാ. സാംബാസിനെ എവിടെയോ തമ്പുരാൻ തടഞ്ഞത് കൊണ്ട് പാമ്പാടിയിൽ രഹബോത്ത് വർഷിപ്പ് സെന്റർ എഴുന്നേറ്റതെങ്കിൽ, എവിടെയെങ്കിലും തടസ്സം വരുമ്പോഴേ ഓർത്തോ, അടുത്ത സഭയ്ക്ക് അടിത്തറയിടാൻ എന്റെ ദൈവം നിന്നെ വലിച്ചെറിയുകയാ. എങ്കിൽ ഞാൻ ഇന്ന് രാത്രി പ്രവചിച്ച് തുടങ്ങട്ടെ. അപ്പസ്തോലിക അഭിഷേകമുള്ള ചില കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഇത് പ്രസംഗിക്കാൻ ദൈവാത്മാവെന്നെ നിർബന്ധിക്കുന്നത്. 2016 തീരുന്നതിന് മുമ്പ് പല സഭകൾക്ക് അടിസ്ഥാനമിടാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ അടങ്ങിയിരിക്കരുത്. ഇന്ന് രാത്രി അതിനുവേണ്ടി ഒരു അഭിഷേക ആത്മാവ് കൈമാറുകയാ. അവൻ്റെ തടസ്സത്തിന് നന്ദി പറയാൻ കൃപയുള്ളവർ സ്തോത്രം പറ ദൈവത്തിന്. ചിലയിടത്തുനിന്ന് നിന്നോട് ഇറങ്ങിപ്പോകാൻ പറയും, അവിടെ ചിരിച്ചോണ്ടെങ്കിൽ ഇറങ്ങണം. കാരണം പറഞ്ഞുകൊണ്ട് ഇറങ്ങണം. യേശുവിൻ്റെ ആത്മാവ് സമ്മതിക്കുന്നില്ല. ഇപ്പം തൽക്കാലം ഇവിടെ നിൽക്കാൻ ആരും സമ്മതിക്കുന്നില്ല. പറ സഹോദരങ്ങളെ, നിങ്ങൾക്ക് അവിടെ നിന്നാൽ പോരായിരുന്നോ? മതിയായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ആത്മാവ് ചെയ്യുന്നില്ല. യേശുവിൻ്റെ ആത്മാവ് സമ്മതിക്കുന്നില്ലേ? ഓർത്തോണം, മാസിഡോണിയൻ കോൾ വെളിപ്പെടുകയാണ്. മാസിഡോണിയൻ കോൾ വെളിപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ചിലതിനെ തടുക്കുന്നത് ഞാൻ ആത്മാവിൽ അറിയുകയാണ്. ഒരു മാസിഡോണിയൻ കോൾ ഹൃദയത്തിൽ പേറാൻ വേണ്ടി ഇന്ന് രാത്രി ആത്മാവ് തടുക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ചിലരെ ഇന്ന് രാത്രി ആത്മാവ് വലിച്ചെറിയാൻ പോകുകയാ. പന്ത് വലിച്ചെറിയുന്നത് പോലെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക്, അടുത്ത ജില്ലയിലേക്ക്, അടുത്ത രാജ്യത്തേക്ക് എൻ്റെ ദൈവത്തിന് ചിലതിനെ കിക്ക് ചെയ്ത് വിടുവാനുണ്ട്. ഈ രാത്രി പ്രാപിക്കാം. കമ്പ് ഒടിച്ച് വെള്ളത്തിലിട്, മാറ മധുരമാകും പറയുന്നത് കർത്താവ്. നിന്റെ ഡ്യൂട്ടി ഒടിക്കുക, ഇടുക. പക്ഷെ നിന്റെ ഇടപാടാ ഒടിക്കത് ഇടുന്നതിന് മുമ്പ് പിടിച്ച് ഒന്ന് കടിച്ചു നോക്കും. ഈ കയ്പ് വെള്ളത്തിൻ്റെ തീരത്തല്ലേ ഇത് നിൽക്കുന്നത്, കഴിക്കുവോ ഇല്ലയോ? നീ കടിക്കാൻ പോയതാ ഇടപാടിനെല്ലാം കാര്യം. പറ ഹാമേ. അവിശ്വാസം ഉള്ളത് കൊണ്ടാണ് പിടിച്ചൊടിച്ചിട്ട് കടിച്ചു നോക്കിയത്. കഴിക്കില്ല സാറേ. കഴിച്ചാലും നീ ഭാരപ്പെടണ്ട, പറഞ്ഞവൻ കയ്പ് മാറ്റുന്നവനാണ്. ആർപ്പിട്ടാൽ മതി, എരിഹോ വിടിയും. ഇതിനു മുമ്പ് ചരിത്രത്തിൽ വല്ലതും ഉണ്ടോന്ന് നിന്നോട് ആര് പറഞ്ഞു? തുപ്പല് തൊട്ടി താള് മറിക്കാൻ. പറയുന്നതനുസരിച്ച് അങ്ങ് ആർപ്പിട്, പൊട്ടനെ പോലെ. നീ ആർപ്പിട്ടാൽ ആർപ്പ് സ്വീകരിക്കുന്നവൻ എരിഹോ ഇടിക്കും. നീ ഇടിക്കാൻ പോകണ്ട. നീ നിന്റെ കൈക്കരുത്ത് കൊണ്ട്, നിന്റെ പിതാക്കന്മാർ വെച്ച് തന്ന സ്വത്തിന്റെ ഷെയറിന്റെ ഹുങ്ക് കൊണ്ട് നീ ഇടിക്കാൻ നോക്കിയാൽ അസ്ഥി ഉടയും സഹോദര. അഭിഷേകത്തിൽ നീ ഒന്ന് ആർപ്പിട്ടെ, അഭിഷേകം തന്നവരെ ഇടിക്കും. ഇത് തന്നെ മോശം ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ എന്നെ വിളിയായി വിളിച്ചേക്കുന്നത്, അതും ഈ ജനത്തെ മേയ്ക്കാൻ. എനിക്കാണ് 4, 3, 7 വാക്ക് ഒരുമിച്ച് പറയണമെങ്കിൽ 10 മിനിറ്റ് എടുക്കും. നിന്റെ പേര് തന്നെ യാഹ്വേ എന്നാ. യാഹ്വേ എന്നൊന്ന് വിളിക്കണേ തന്നെ എത്ര സമയം എടുക്കുമെന്നറിയാം. അപ്പം അതുകൊണ്ട് എനിക്കിങ്ങനെയൊന്നും പറയാനും പ്രസംഗിക്കാനും, എടാ നിന്നെ പ്രസംഗവും പരിപാടിയൊന്നും അല്ല. എടാ പ്രസംഗിച്ച ചെങ്കടൽ മുറിയില്ലടാ. എടാ ഭൂമിയിൽ ഒരുത്തം പോലും പ്രസംഗിച്ചാൽ ചെങ്കടൽ മുറിയില്ല. വിക്കല്ല എനിക്ക് വിഷയം, തൊക്കാണ് എനിക്ക് വിഷയം. ഇന്ന് രാത്രി അവന്റെ തിരുസാന്നിധ്യം ചിലതിന്റെ ശരീരത്തിൽ അഗ്നിജ്വാല പോലെ പതിയട്ടെ. ഇവിടെ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന സമയം തന്നെ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് സെയിം ഹോളി സ്പിരിറ്റ്
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ ആത്മാവ് പറയുന്നു ചിലരോട്, കാണത്തക്കവണ്ണം ദൈവപ്രവൃത്തി നിന്നെ തൊടാൻ പോകുകയാ. സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്ന പല സഹോദരന്മാരിലും ഭയങ്കര വിളി കിടപ്പുണ്ട്. പക്ഷെ മൈക്രോഫോൺ തന്നാൽ നിനക്ക് 10 മിനിറ്റ് നന്നായി പറയാൻ അറിയില്ല. എന്നെ കർത്താവ് എന്നെ അറിയിക്കാത്തത് പറയാനല്ല നിന്നെ വിളിച്ചേ, അഭിഷേകം ചുമക്കാനാ നിന്നെ വിളിച്ചേ, പറയാനല്ല നിന്നെ വിളിച്ചേ. ഒരു ശക്തനായ പ്രീച്ചർ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ നിനക്കറിയില്ല. ധൈര്യപ്പെട്, ധൈര്യപ്പെട്. ഒറ്റ നിമിഷം പ്രാർത്ഥിക്കാൻ അഭിഷേകമുണ്ടോ? ഒരു പാട്ട് പാടാൻ അഭിഷേകമുണ്ടോ? ഒറ്റ പാട്ട് കൊണ്ട് അത്ഭുതം ചെയ്യേ കരുത്തുള്ളവനായ ദൈവം. അന്തരീക്ഷം മാറുന്നു ഞാൻ അറിയുകയാണ്, അന്തരീക്ഷം മാറുന്നു ഞാൻ അറിയുകയാണ്. പ്രസൻസ് ഓഫ് ഗാഡ്, പ്രസൻസ് ഓഫ് ഗാഡ്. നിന്റെ കഴിവ് ഇത്രക്കിത്ര കഴിവേ ഉള്ളൂ, വിദ്യാഭ്യാസം ഇത്രക്കിത്ര വിദ്യാഭ്യാസമേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, കഴിവിനേക്കാൾ വിദ്യാഭ്യാസത്തെക്കാൾ അപ്പുറമായി അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവം. എനിക്ക് വിദ്യാഭ്യാസം കുറവാന്ന് പറഞ്ഞ് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടോ? എനിക്ക് മറ്റുള്ള മേഖലയിൽ പറന്നുയരത്തക്കവണ്ണം ബന്ധങ്ങൾ ഇല്ല എന്നോർത്ത് ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ? ധൈര്യമായിരി, ധൈര്യമായിരി. പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്തുള്ള നിനക്ക്, അവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ രാജ്യങ്ങളിലെ മുഴുവൻ ബന്ധങ്ങളെയോ ഗ്ലോബൽ ലെവലിൽ ഉയർത്തി നിന്റെ വീട് മുറ്റത്ത് തരാൻ മന്ന പൊഴിച്ച ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാണ്. സ്വീകരിക്കണം, അഭിഷിക്തന്മാരത് സ്വീകരിക്കണം. വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞ് നിൽക്കരുത്. എൻ്റെ സ്കിന്നിന് നിറം കുറവാണെന്ന് പറഞ്ഞ് നിൽക്കരുത്. സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് നിൽക്കരുത്. അഭിഷേകം നിന്റെ മേൽ തൊട്ടാൽ, എന്നെ തൊട്ടവൻ നിന്നെ തൊട്ടാൽ ഇന്ന് രാത്രി ഏത് വൻമലകളും കീഴടക്കാൻ അഭിഷേകത്തിന്റെ പവർ ഈ രാത്രി ജനത്തിന്മേൽ പകരട്ടെ. Oh Jesus, oh Jesus. ഇന്ന് രാത്രി ആത്മാവ് പറയുക, എനിക്ക് നിറവില്ല, എനിക്ക് സൗന്ദര്യമില്ല, പ്രസംഗിക്കാൻ അറിയില്ല, ബൈബിൾ സ്കോളർ അല്ല, എനിക്ക് SSLC വിദ്യാഭ്യാസമുള്ളൂ. ചിലർ പറയും എനിക്ക് അത്രയും കൂടിയില്ല, എനിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒട്ടും അറിയില്ല. ഞാൻ എങ്ങനെയായിരിക്കും കർത്താവേ? ഞാൻ കാണുന്ന അച്ചാച്ചന്മാരല്ല, എന്നേക്കാൾ മുമ്പിലാണ്. നീ എന്തിനാണ് സഹോദര അച്ചാച്ചന്മാരുടെ മുഖത്തേക്ക് നോക്കാൻ പോയത്? കാലിത്തൊഴുത്തിൽ പിറന്നവനെ കാണാൻ ടാക്സ് കളക്ടർ അത്തിയിൽ കയറിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നീ എവിടെ ജനിച്ചു എന്നുള്ളതല്ല വിഷയ, നീ ജനിച്ചെന്നുള്ളതാ വിഷയ. ആത്മാവിൽ കയറ്, ആത്മാവിൽ കയറ്, ആത്മാവിൽ കയറ്. നിന്റെ പ്രായം ഇങ്ങനെ ഇട്ട് തല്ലി തീർക്കാനുള്ളതല്ല പിതാവേ. നിന്റെ പ്രായ വീട്ടുകാരുടെ ഉത്തരവാദിത്വം മുഴുവൻ പേറി വീട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചേട്ടനും അനുജനും കൊടുത്ത് ആങ്ങളയ്ക്കും പെങ്ങൾക്കും കൊടുത്ത് ഈ ജീവിതം ഇല്ലാതെയാക്കാനല്ല. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇതിന്റെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ ഒരു അഭിഷേകത്തിന്റെ മിനിസ്ട്രി ഈ രാത്രി നിന്നെ തൊടുകയാ. എന്തേ തിരുവനന്തപുരംകാരൻ ബിബിൻ എന്തി? ഇങ്ങോട്ട് വന്നേ. ഇത് ഞങ്ങളുടെ ബിബിൻ എന്ന് പറയുന്നത് ജോൺ മെലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങളുടെ. പക്ഷെ ഇപ്പം ഞങ്ങളുടെ ഈ 3 ദിവസം ഈ പുള്ളി നീളം പോലെ തന്നെ അഭിഷേകം. ഇങ്ങോട്ട് കയറ്. എവിടെ തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ പോയാലും ഈ നീളക്കാരനെ കാണും ഞാൻ. കഴിഞ്ഞ ദിവസം പത്മോസ് മിനിസ്ട്രി വെച്ച ഒരു മീറ്റിങ്ങിൽ ഈ പുള്ളി 3 ദിവസം പാസ്റ്റർ ജോൺ മില്ലനായി സ്തോത്രം. ഇടയ്ക്ക് അവിടുത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 6-7 മണിക്കൂറാണ്. ക്യാമ്പ് നിങ്ങൾക്കറിയാം, നമ്മുടെ ചർച്ചിലെ ദൈവമൊക്കെ അറിയാം. ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയ വഴി ബസ്സിൽ യാത്ര ചെയ്തതാണ്. പുള്ളിയുടെ അടുത്ത് നിന്ന കക്ഷിക്ക് ഭൂതമുളകാൻ തുടങ്ങി. ശാസിച്ചില്ല, ബത്സിച്ചില്ല, യാത്ര ചെയ്യുവാന്നേ. എന്താ മിണ്ടാത്തെ? സിയോൺ സഞ്ചാരി ക്രൂശയെ നോക്കി എത്ര വർഷമായി യാത്ര പുറപ്പെടാൻ തുടങ്ങിയിട്ട്? ശക്തി പുറപ്പെടുന്ന ഒരു തല ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്?
ദുരാത്മാവിന്റെ മേൽ അധികാരമുള്ള സകല ദൈവമക്കളും ഇന്ന് രാത്രി ജ്വലിച്ചേ മതിയാകെയുള്ളൂ. പാമ്പാടി ദേശത്തൊരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുകയാ. കേരളത്തിൽ, ഭാരതത്തിൽ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദുരാത്മാവിന്റെ ശക്തിയെ പിടിച്ചു കെട്ടാൻ അഭിഷേകമുള്ള സഹോദരിമാർ, അഭിഷേകമുള്ള ദൈവദാസന്മാർ, അഭിഷേകമുള്ള സഹോദരന്മാർ ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. ശക്തമേറിയ ഒരു അഭിഷേകം ആത്മാവ് ഈ രാത്രി പകരുകയാ. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാർ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തുണ്ട്. നീ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ തന്നെ നിന്റെ വീടിനടുത്തു നിന്ന് ഭൂതങ്ങൾ അലറി മാറി, ബന്ധനങ്ങൾ അലറി മാറി, ദുരാത്മാക്കൾ വിട്ടുമാറി. ആ മകളെ തൊട്ടുകൊണ്ടിരിക്കുക. ഓരോ വ്യക്തികളെ ഇന്ന് രാത്രി ആരും തൊടാതെ ആത്മാവ് സ്പർശിക്കുകയാ, സ്വീകരിക്കുക. അല്ല, ദുരാത്മാവിനെ പുറത്തിറക്കിയ ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് വന്നപ്പോൾ ആ മിനിസ്ട്രി മങ്ങിപ്പോയതുപോലെ ഫീൽ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നെ തിരിച്ചു നിറയ്ക്കാൻ പോകുകയാ. അഭിഷിക്തന്മാരെ ദൈവം തൊടുകയാ. നീ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭൂതങ്ങൾ അലറി വെളിപ്പെടുകയാ. നീ നടന്നു വരുമ്പോൾ ഭൂതങ്ങൾ അലറി വെളിപ്പെടുകയാ. ശക്തി പുറപ്പെടട്ടെ. Power, 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 power. ശക്തി, ശക്തി, ശക്തി. ഊരാ ബാബാ 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 ആരാ ബാഖാന ഹാസിയാര ആന്താ ലബ ഹാസിയാര. ഇന്ന് രാത്രി പിശാചേ, നിനക്ക് അടങ്ങി ഒതുങ്ങി പാർക്കാൻ ഇനി അനുവാദമില്ല. ദേശത്തു നിന്ന് വിട്ടുമാറുവാൻ, കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ ഇന്ന് രാത്രി കൽപ്പിക്കുന്ന ഒരു അഭിഷേകം ഈ ജനത്തിന്മേൽ പകരുകയാണ്. കോപത്തിന്റെ ദുരാത്മാവിനെ ശാസിക്ക്, വൈരാഗ്യത്തിന്റെ ദുരാത്മാവിനെ ശാസിക്ക്, ആഭിചാരത്തിന്റെ ദുരാത്മാവിനെ ശാസിക്ക്, മന്ത്രവാദത്തിന്റെ ദുരാത്മാവിനെ ശാസിക്ക്, അസൂയയുടെ ദുരാത്മാവിനെ ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യ്. വാ തുറന്നു പറ, യേശുവിൻ നാമത്തെ, യേശുവിൻ നാമത്തെ, യേശുവിൻ നാമത്തെ. വാ തുറന്ന് പറ. എപ്പോഴും ഉദരത്തിൽ രോഗമുള്ള ചിലർ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. വെളിപ്പാടിൽ ദൈവം എന്നെ കാണിക്കുക. ചികിത്സിക്കാൻ നോക്കിയാൽ ഡോക്ടർ പറയോ രോഗമൊന്നും ഇല്ല, രോഗമൊന്നും ഇല്ല, രോഗമൊന്നും ഇല്ല. പക്ഷെ നിന്റെ ഉദരത്തിൽ നിന്ന് രോഗം വിട്ടുമാറുന്നില്ല. ഇന്ന് രാത്രി അങ്ങനെയുള്ളവർ കൈ ഉയർത്തിയോ എഴുന്നേറ്റോ ആരാധിച്ചു കൊള്ളുക. നിന്റെ ശരീരത്തിലേക്ക് ദൈവശക്തി ഇറങ്ങി ആ രോഗാത്മാവ് ഈ രാത്രി വിട്ടുമാറുകയാ. തകർച്ചകൾ വരുത്തുന്ന ദുരാത്മാവിനെ ശാസിക്കേ, നഷ്ടം വരുത്തുന്ന ദുരാത്മാവിനെ ശാസിക്കേ, സമ്പത്തിനെ കെട്ടിയിട്ട ദുരാത്മാവിനെ വാതുറന്ന് ശാസിക്കേ, ലാഭമുണ്ടാകാതെ നഷ്ടം മാത്രം അനുവദിച്ച ദുരാത്മാവിനെ ഇപ്പോൾ ഏത് നാമത്തിൽ, ഏത് നാമത്തിൽ ശുശ്രൂഷയ്ക്ക് നീ ഇറങ്ങി, വേലക്കാരനാ നീ. ഇന്ന് വരെ ഒരു തീരം എത്തി കൈവെക്കാൻ കഴിയാതെ നിന്റെ വഴികളെ മുഴുവൻ അടച്ച ദുരാത്മാവിനോട് നിൽക്കുന്ന നിപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ അതോറിറ്റിയോടെ 2 പ്രാവശ്യം വേണ്ട, ഒറ്റ പ്രാവശ്യം കൽപ്പിക്കുന്നേ, പിടിച്ചു കെട്ടുന്ന പോലെ ഇന്ന ശക്തി കേട്ടപ്പെടാൻ പോവാ. ഏത് നാമത്തിൽ
എത്ര പ്രാർത്ഥിച്ചിട്ടും ആ തലമുറ നിന്റെ വരുതിക്ക് വരുന്നില്ല. ആ ദുരാത്മാവിനെ ഇന്ന് കെട്ടു. നീ എന്നോടും നിങ്ങളോടും കൂടിയ കർത്താവ് പറഞ്ഞ, നീ കെട്ടിയാൽ ഞാനും കെട്ടാം. നീ അഴിച്ചാൽ പറ സഹോദരങ്ങളെ, ഞാനും എന്തു ചെയ്യാം? എത്ര പേർ കഴിക്കാൻ തയ്യാറുണ്ട്? ഏത് നാമത്തിൽ, ആരുടെ അഭിഷേകത്താൽ? ആ ആത്മാവിൻ്റെ പേര് പറ. കരമുയർത്തി വിളിക്കുക, ഹോളി സ്പിരിറ്റ്. അക്കര ഉയർത്തി, വെൽക്കം ഹോളി സ്പിരിറ്റ്. Come on, അക്കര ഉയർത്തി. We are in your presence. Lift up your hands. Fill us with your power. Live inside of me. രണ്ട് കരവും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. Welcome Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Come on. വാരും തൂയ ആവിയേ, പ്രസന്നത്തെ വാഞ്ചിக்கிறோ. വല്ലമായ നീരാഴുകை செய்யோ. ലയിച്ചുകൊണ്ട് പാടി. വാരും തൂയ പ്രസന്നത്തെ വല്ലമായ നീരാഴുകை செய்யோ. வாரும் தூயாவியே, பிரசன்னத்தை வாஞ்சிக்கிறோ. வல்லமையால் என்னை நிறைத்து நீராழுகை செய்யோ. வாரும் தூயாவியே, பிரசன்னத்தை வாஞ்சிக்கிறோ. வல்லமையால் என்னை நிறைத்து நீராழுகை செய்யோ. ஜீவ தண்ணீர் நீரே, தாகம் தீர்க்கும் ஊற்றே. ஆலோசனை காத்தாரே, எனதாழுகை செய்யோ. ஜீவ தண்ணீர் நீரே, தாகம் தீர்க்கும் ஊற்றே. ஆலோசனை காத்தாரே, எனதாழுகை செய்யோ. வாரும் தூயாவி, பிரசன்னத்தை பிரசன்னத்தை எஸ் வல்லமையால் வல்லமையால் என்னை நிறைத்து நீராழுகை செய்யோ. Come on, welcome Holy Spirit. Oh, welcome Holy Spirit. Oh, we are in your presence. Fill us with your power. Live inside of me. രാത്രി ആത്മാവ് ചെല്ലിലേക്ക് ഇറങ്ങട്ടെ. ഓ ജീവ തണ്ണീർ നീരേ, ദാഹം തീർക്കും ഊറ്റേ. ആലോചനായി കാത്താരേ, எனதாழுகை செய்யோ.
പ്രസന്നത്തെ വല്ലമയ വല്ല നേരാടുകയും ചെയ്യും. ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുക, 4 ലൈൻ പാടിയാൽ മതി, നീ ഭൂതവിളകാൻ തുടങ്ങും. വൈ ഭൂമിയിൽ ഒരലക്കുകാരന് മലക്കി വെളുപ്പിക്കാൻ കഴിയുന്നതിനും മീതെ മറുരൂപമലയിൽ പ്രസൻസ് ഇറങ്ങുമ്പോൾ താഴെ ദുരാത്മ വിളകാൻ തുടങ്ങി. സാന്നിധ്യം പർവ്വതമുകളിൽ, ആ പർവ്വതത്തെ തൊട്ടാൽ പിശാച് ഇളകാൻ തുടങ്ങി. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, സാന്നിധ്യമുള്ള ചില സഹോദരിമാർ, സാന്നിധ്യമുള്ള ചില സഹോദരന്മാർ ദൈവശക്തിയെ വിളിച്ചു വരുത്തുന്ന ലെവലിലേക്ക് വരത്തക്കവണ്ണ ചുമക്കവന്റെ അഭിഷേക, ചുമക്കവന്റെ അഭിഷേക. ഞാൻ പിശാചികയൊക്കെ ഉറക്കെ പറയുന്നു, ഈ രാത്രി അഭിഷേകത്തിന്റെ രാത്രിയാണ്. കര ഉയർത്തി പറ അഭിഷേക, വാ തുറന്നു പറ അഭിഷേക, വായ് തുറന്നു പറ നോയിൻ്റെ, ഒന്നുകൂടെ പറ അഭിഷേക. കർത്താവിൻ്റെ അഭിഷേകത്തിന് നൽകിയ ദൈവദാസന്മാരെ ഞാൻ ബ്ലസ് ചെയ്യും. നിങ്ങളുടെ സഭ ഹോൾ നിറയാൻ പോകുക. നിങ്ങൾ കണ്ടു, അടുത്ത സൺഡേ നിങ്ങൾ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ ആൾക്കാരെ ഇരുത്താൻ നിങ്ങൾ ബന്ധപ്പെടാൻ പോവുക. നിങ്ങളെ തേടി ആത്മാക്കൾ വരാൻ കാര്യം ശക്തി, ശക്തി, ശക്തി പുറപ്പെടുക, ശക്തി പുറപ്പെടുക. എത്ര പേർ വിശ്വസിക്കും? ശക്തി പുറപ്പെടുക. ഒരഭിഷേകം ഉണർവ് കൊണ്ടുവരുമെന്ന് തെളിയിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി, ഇന്ന് രാത്രി ഞാൻ കൽപ്പിക്കുകയാ. ഈ രാത്രി ഞാൻ കൽപ്പിക്കുകയാ. ഏത് നാമത്തിൽ? നാമം പറ. അവസാനിപ്പിക്കുന്നു. ഒറ്റ ദർശനമാ രാത്രി. കിടന്നുറങ്ങിയതാ, ഒറ്റ ദർശനം. മക്കതോനിക്കാരനായ ഒരു പുരുഷൻ വരണം, ഞങ്ങളെ സഹായിക്കണം. പെട്ടെന്ന് പുള്ളിക്കൊരു വിളി അകത്തുനിന്ന് താൻ പറയുക, മക്കതോനിയെ പോയി സുവിശേഷം പറയും, ഇപ്പം കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. അടുത്ത സ്വപ്നം സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാ. ഇന്ന് രാത്രിയിലെ ദർശനം സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാ. ഒറ്റ സ്വപ്നം കൊണ്ട് നിന്റെ തലം മാറ്റാൻ പോവാ ദൈവം. ഒറ്റ ഡ്രീം തന്ന് നിന്റെ മിനിസ്ട്രിയുടെ ലെവൽ മാറ്റാൻ പോവാ. ഒറ്റ വിഷൻ, 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 വിഷൻ. മിനിസ്ട്രിയെ കുറിച്ച് വിഷൻ ഉള്ളവരോട് ഞാൻ കൈമാറുകയാ. ഒറ്റ ദർശനം തന്ന് ഒരു ദേശത്തിന്റെ കെട്ടഴിക്കാൻ പോകുകയാ. അത് എന്നോടുള്ള ദൂതാന്ന് പറയാൻ എത്ര എണ്ണം തയ്യാറുണ്ട്? യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ സൺഡേ ഞാനെൻ്റെ ചർച്ചിൽ പറഞ്ഞു, അപ്പനും അമ്മയും കൂടി ചവിട്ടി ഇറക്കിയതാ. പോടാ യാക്കോബേ, ബെഥുവേലിൻ്റെ വീട്ടിൽ പോയി സ്ഥലമുണ്ടോ എന്ന് ചോദിക്കടാ. അക്ഷരം പോലും മിണ്ടരുത്, നിന്നേക്കരുത്, പോടാ. വീട്ടിൽ കുട്ടിയായി നടന്നു വന്നവൻ, അമ്മയുടെ തുണിത്തുമ്പെ പിടിച്ച് വളർന്നു വന്നവൻ, സാധുശീലൻ, കൂടാരവാസി, ഇറങ്ങാത്തവനെ ചവിട്ടി ഇറക്കുന്നത് കൃപയാ. ഇറങ്ങാത്തവനോട് ഇറങ്ങടാന്ന് പറഞ്ഞ് ചവിട്ടി ഇറക്കുമ്പോൾ ഓർത്തോണം, ദർശനത്തിലുള്ളതാണിത്. നടന്നു. പൗലോസിന് രാത്രിയില്ല, യാക്കോബ് നടന്നു. എന്നാലും എൻ്റെ അമ്മ എന്നോടിങ്ങനെ ചെയ്തു, എൻ്റെ അപ്പൻ എന്നോടിങ്ങനെ ചെയ്തു. എന്നാലും എൻ്റെ കൂടപ്പുറപ്പ് ചേട്ടൻ, ഞാൻ അനുഗ്രഹം തട്ടിയെടുത്തല്ലേ ഉള്ളൂ, എൻ്റെ ആഗ്രഹപ്രകാരം അല്ലല്ലോ. അമ്മ പറഞ്ഞിട്ടല്ലേ. ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞതാണ് വേണ്ടെന്ന്. പക്ഷേ അമ്മയുടെ നിർബന്ധമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഇന്ന് അവരെല്ലാം ഒരുമിച്ച്, ഞാൻ ഒറ്റയ്ക്ക്. ദർശനമുള്ള നീ ഒറ്റയ്ക്ക് വരുന്ന ദൈവത്തിന് ഇഷ്ടം. എല്ലാവരുടെയും കൂടെ കിടക്കരുത്. ദർശനമുള്ള നീ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. എല്ലാവരുടെയും കൂടി ഇരിക്കുമ്പോഴല്ല അടുത്ത തലം വെളിപ്പെടുന്നേ. ഒറ്റയ്ക്ക്, ഒറ്റയ്ക്ക്, ആ മുറിയിൽ ഒറ്റയ്ക്ക്, ആരുമില്ലാതെ തലകുമ്പിട്ട് കരയുന്ന ഒറ്റയ്ക്ക്, വാതിൽ തുറക്കാതെ അകത്ത് വരുന്ന ഒരേ ഒരുവൻ ഈ രാത്രി അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവദാസന്മാരെ,
ചില സമയത്ത് ഇതുപോലൊരു ഒറ്റ പെടൽ എല്ലാവരുടെയും ലൈഫിലുണ്ട്. അന്നാലും നമുക്കിത് സഹനമല്ല. മനുഷ്യ ജന്മത്തിൽ ഇത് സഹിക്കാൻ പറ്റുന്നല്ലാണോ സുനിൽ പാസ്റ്റർ? ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കുക, അങ്ങനെ ചെയ്തല്ല. ചിന്തിക്കണം, ചിന്തിക്കും, മനുഷ്യനാണ്, ചിന്തിക്കും. പക്ഷേ ആ രാത്രി, അത് കഴിഞ്ഞ് വരുന്ന 10ാം ദിവസം രാത്രിയല്ല, ആ ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് നൈറ്റ്, ആ രാത്രിയിൽ നിന്നെ അവൻ താങ്ങിയില്ലെങ്കിൽ, ആ രാത്രിയാണ് പലർക്കും സൂയിസൈഡ് ചെയ്യാനുള്ള നിർബന്ധം. ആ രാത്രിയാണ് പലർക്കും ഉറക്ക ഗുളിക കഴിക്കാനുള്ള നിർബന്ധം. ആ രാത്രിയാണ് പലർക്കും ജീവൻ ഒടുക്കിയേക്കാമെന്ന് ചിന്തിക്കുന്ന നിർബന്ധം. ആ രാത്രിയാണ് നാട് വിട്ടു പോയേക്കാമെന്ന് പറയുന്ന നിർബന്ധം. ആ രാത്രിയാണ് എങ്ങോട്ടെങ്കിലും ഓടി ഒളിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന സന്ദർഭം. ഒരു പ്രാവശ്യമെങ്കിലും അനുഭവത്തിലുണ്ടെങ്കിൽ ഞാൻ രേഖാമൂലം എഴുതിത്തരാം, നിൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയേക്കാൾ എൻ്റെ തമ്പുരാൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി. തമിഴിലൊരു വരിയുണ്ട്, ദേവനെ ഞാൻ ഉമത് അൻട്രയിൽ ഇൻറും നെരുങ്ങി. ഇന്നത്തെ ദിവസം ആ പാട്ടൊരു 1000 പ്രാവശ്യം ഞാൻ കേട്ടു കാണും. അതിൻ്റെ അകത്തൊരു വരിയുണ്ട്, യാക്കോബെ പോൽ പോകും പാതയിൽ. അത് പാടാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ പാടിയാൽ ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പാതയിൽ പോയവനാണ്. അന്ന് നിൻ്റെ കൂടെ ആരും ഉണ്ടാകത്തില്ല. അന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വേറെ ആരുമല്ല, വീട്ടുകാരാ തള്ളിയത്. ചാരെ ചേർക്കണം, പെറ്റ തള്ള തള്ളുവോ? സഹോദരി, അമ്മയല്ലേ തള്ളുവോ? അമ്മയാണേ പറ. പക്ഷെ അമ്മ പോലും തള്ളുന്നെങ്കിൽ ഓർത്തോണം, നിനക്കൊരു ദർശനമുണ്ട്. ആ രാത്രിയിൽ അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്ത് പറ, ആ രാത്രിയിൽ പ്രോഫസി, പ്രൊഫറ്റിക് വേർഡാണ് സുനിൽ പാസ്റ്റർ, പ്രൊഫറ്റിക് വേർഡാണ്. പീറ്റർ ജോർജ് പ്രൊഫറ്റിക് വേർഡ്. ആ രാത്രിയിൽ, അടുത്ത ഭാഗം യാക്കോബിൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞ സംഭവം പറയണം. പക്ഷെ ഞാൻ തിരുത്തി എഴുതുക, ആ രാത്രിയിൽ നിൻ്റെ നല്ല കാലം തുടങ്ങാൻ പോവാ, നിൻ്റെ പുതിയ മിനിസ്ട്രി ഓപ്പൺ ആകാൻ പോവാ. ആ രാത്രിയിൽ ചേട്ടന് പോലും തകർക്കാൻ കഴിയാത്തൊരു പവർ വളർന്നു പറ. ആ രാത്രിയിൽ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. എന്നെ കർത്താവ് വളരെ വ്യക്തമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന അസിസ്റ്റൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ സഹോദരൻ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ഇവിടെ മിഡിൽ ഭാഗത്ത് ഒരു സഹോദരി, 2 സഹോദരിമാർ, നീലക്കടർ എഴുന്നേറ്റ് നിന്നാട്ടെ. കറക്റ്റ്. എന്താ എത്ര കൃത്യ സഹോദരൻ നിങ്ങൾ കൈ ഉയർത്തിയത്? നിങ്ങളോടും കൂടിയുള്ള ശബ്ദമായത്. ഇതുപോലൊരു രാത്രിയിൽ നിങ്ങൾ നടന്നവനാണ്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ് ഓർ നോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്ന്? ആരാണത്? വൈഫ്. ഞാനീ പറഞ്ഞ സത്യമല്ലേ? ഇതുപോലൊരു രാത്രിയിൽ ഏകാന്തതയിൽ തപ്പിത്തടഞ്ഞപ്പോൾ സ്വർഗം എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളിവിടെ നിൽക്കുമായിരുന്നു. നിങ്ങൾ സത്യത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കേണ്ടവരാ. നോ, സാറാഫുകൾ ആരാധിക്കുന്ന പോലെ. ആ രാത്രിയിൽ വാ തുറന്ന് പറ. സിസിൽ വാ തുറന്ന് പറ. സകല ദൈവമക്കളും കരം ഉയർത്തി പറ. പൗലോസ് ആ രാത്രിയിൽ ഒരു പുരുഷൻ അടുക്കൽ വന്നിട്ട് ഒരു ദർശനം. യാക്കോബ് ആ രാത്രിയിൽ സ്വർഗം തുറന്നിരിക്കുന്നു, ഗോവണി ഇറങ്ങുന്നു, ദൂതന്മാർ കയറുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. പുള്ളിക്ക് മനസ്സിലായി അപ്പൻ ഇറക്കി വിട്ടതല്ല, അപ്പനോട് ഇറക്കി വിടാൻ ഓർഡർ കൊടുത്തവൻ ഉയരത്തിലുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നീ കരഞ്ഞോണ്ട് ചിരിക്കണം. എത്ര പേർ ഇതിൻ്റെ അകത്തിരിക്കുന്നവർ ലൂസിനെ ഫേസ് ടു ഫേസ് കണ്ടതാണെന്നറിയാമോ? പക്ഷെ ഞാൻ ഇന്ന് രാത്രി ഇത് പ്രവചിക്കുമ്പോൾ ഇപ്പോഴും ലൂസിലിരിക്കുന്ന ചിലരെ പ്രവചനാത്മാവിൽ ആത്മാവ് കാണുന്നു. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ഇപ്പോഴും ഒരു ഇരുണ്ട രാത്രിയിൽ മൂവ് ചെയ്യുന്നവരെ ആത്മാവ് കാണുന്നു. നീ ഒരു സ്റ്റെപ്പ് ഓടാൻ സമയമായി. നിൻ്റെ ലൂസ് സെക്കൻഡ് കൊണ്ട് ബഥേലാക്കി മാറ്റാൻ നിൻ്റെ എഡ്യൂക്കേഷന് കഴിയില്ല.
നിൻ്റെ വിദ്യാഭ്യാസത്തിന് കഴിയില്ല, ബാങ്ക് ഡിപ്പോസിറ്റിന് കഴിയില്ല, നിൻ്റെ അപ്പൻ്റെ ബ്ലഡിൽ ലയിച്ചു കയറിയ സ്വഭാവത്തിന് കഴിയില്ല. അഭിഷേകത്തിന് കഴിയും, അഭിഷേകത്തിന് കഴിയും. ഞാൻ പ്രവചിക്കുകയാണ്, ഇന്ന് രാത്രി, ഈ രാത്രി, ആ രാത്രി, കരം ഉയർത്തി പറ, ഈ രാത്രി. അടുത്ത് നിൽക്കുന്നൊക്കെ കൈ കൊടുത്ത് പറയും, ഇത് നിങ്ങളുടെ രാത്രിയാണ്. നിങ്ങളുടെ മിനിസ്ട്രി മാറുന്ന രാത്രി, നിങ്ങളുടെ അഭിഷേകം അടുത്ത തലത്തിലെത്തുന്ന രാത്രി, അടുത്ത മേഖലയിൽ നീ കുതിച്ചു പൊങ്ങുന്ന ഈ രാത്രി. ആ രാത്രിയിൽ ദർശനം തന്നവൻ ഈ രാത്രി അത്ഭുതം ചെയ്യാൻ തയ്യാറായി ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞെങ്ങി ഞെരുങ്ങി സഹായിക്കാൻ ത്രാണിയുള്ളവരൊക്കെ നിന്നെ തടഞ്ഞു നിർത്തി. ഇനിയൊരു വഴി നിന്റെ മുമ്പിൽ നീ കാണുന്നില്ല. പക്ഷേ ഈ രാത്രി അവൻ നിന്നെ തൊടാതിരിക്കുകയില്ല. അങ്ങനെ ഒരു രാത്രിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നെന്ന് പറയുന്നവർ എത്ര പേര് ഈ രാത്രി ഇവിടെയുണ്ട്? ഈ രാത്രി, അങ്ങനെയുള്ള രാത്രിയെ ഫേസ് ചെയ്യുന്നവർ അഭിമാനം അടിയറ വെച്ചുകൊണ്ട് നിൽക്കരുത്. അഭിമാനം അടിയറ വെച്ചിട്ട് വേണം നിൽക്കാൻ. ഇനി അഭിമാനത്തിനല്ല ചാൻസ്, അനുഭവങ്ങൾ ഇങ്ങനെയാകയാൽ ഞാൻ തീർത്തു പറയുക, ഈ രാത്രിയെ മാറ്റാൻ ഒരു സ്വപ്നത്തിന് കഴിയും. ഓടിയെടുക്കുക, അവിടെ നിൽക്കാതെ ഓടി വരാം, മുമ്പിലേക്ക്. ആ കൈ ഉയർത്തിയവരെല്ലാം മുമ്പിലേക്ക് ഓടിയെടുക്കുക. ആരും അവിടെ നിൽക്കണ്ട, മുമ്പിലേക്ക് ഓടിയെടുക്കുക. ആരും അവിടെ നിൽക്കണ്ട, ഓടിയെടുക്കുക. ഈ രാത്രി നിന്നെ തൊടുവാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ദേവദാസനെ, എനിക്ക് നിങ്ങളെ അറിയില്ല, പക്ഷേ നിങ്ങളെ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ പോവാ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഒരു ഭോഷനാണ്. ഇങ്ങോട്ട് നോക്കിയേ, ആരും നിങ്ങളെ മാനിച്ചിട്ടില്ല. നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ കയ്യടിയും കണ്ട് നിങ്ങളെ നിന്ദിച്ചവരാ മുഴുവൻ പേരും. പക്ഷേ ആത്മാവ് പറയുക, നിൻ്റെ മേലൊരു അഭിഷേകം പകർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അഭിഷേകം പുറത്തു വരാൻ പോവാ. ഇങ്ങോട്ട് കയറിയേ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായൊരു നിറവ് നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് ഞാൻ കാണുന്നു. Close your eyes. தேவனே நானுமது அன்றையில் இன்றும் நெருங்கி சேர்வதே என் நாவல் பூமியில். தேவனே நான் உமது அன்றையில் இன்றும் நெருங்கി അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വതേ നാവൻ ഭൂമി. ഇന്ന് രാത്രിയിലെ ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ വരി ഇങ്ങനെ ഞാൻ പാടും. ഞാൻ വേദപുസ്തകം വായിച്ചതുപോലെ സണ്ണി പാസ്റ്ററെ ഇയർഫോൺ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ രാത്രിയിൽ ഇതുപോലത്തെ ഒരു രാത്രിയിൽ ഉറക്കമില്ലാത്ത ചിലതിന് വരും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ അവരെ ഉറക്കും. അപ്പൻ തള്ളിയതോർത്താൽ ഉറങ്ങാൻ പറ്റില്ല ബിനോയ്. അമ്മ തള്ളിയതോർത്താൽ കെവിനെ ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാൻ പറ്റാത്തവനെ ഉറക്കിയിട്ട് നീ ആരാകാൻ പോവാണെന്നുള്ള ദർശനം ഇന്ന് രാത്രി തരുന്ന സർവശക്തനായ ദൈവം സഹോദരന്മാരെ, എറണാകുളം പട്ടണത്തിനടുത്തുള്ള വായ്പിങ്കരയിലെ ശുശ്രൂഷയിൽ ഒരു സുപ്രഭാതത്തിൽ മാറിക്കോളാൻ അഭിഷിക്തൻ പറയുമ്പോൾ അടുത്ത ഞായറാഴ്ച സെൻഡ് ഓഫ് പോലും കിട്ടാൻ ചാൻസ് ഇല്ലാതെ 2.5 വർഷം നടന്നു നേടിയ ആത്മാക്കളെ ഇട്ടേച്ച് ആരോടും ടാറ്റ പറയാതെ ഒരു സൈക്കിള് ചവിട്ടി ജങ്കാറിൽ ആ സൈക്കിള് കയറ്റി
നേരെ ബോട്ട് ജെട്ടിയിലിറക്കി കരഞ്ഞുകൊണ്ട് തൃപ്പൂണിത്തറയ്ക്ക് സൈക്കിൾ ചവിട്ടുമ്പോൾ വൈറ്റിലെ ജംഗ്ഷനിൽ വെച്ച് ഓഡിബിൾ വോയിസ് പോലെ കേട്ട വാക്ക മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിന്നോട് ഞാൻ അറിയിക്കുകയാണ്. സൈക്കിൾ ഒരു ഭാഗത്തോട്ട് തെറിച്ചു പോയി. ഒരു പുല്ലിൽ കിടന്ന് പെടയുന്ന 22-ാമത്തെ വയസ്സ് പുല്ലിൽ കിടന്ന് പെടയുകയാണ്. തെറിച്ചു വീണ ബൈബിൾ തപ്പിയെടുത്ത ആ വാക്യം വായിച്ച് എത്ര ആവർത്തി വായിച്ചെന്നറിയില്ല. വഴിയാത്രക്കാരെല്ലാം ഭ്രാന്തനായൊരു മനുഷ്യനാണെന്ന് ചിത്രീകരിക്കുമ്പോൾ ഈ രാത്രി ഈ വചനം ഇവിടെ പ്രസംഗിക്കണമെന്നുള്ളത് സർവശക്തന്റെ നിർണയമായിരുന്നു. യാക്കോബേ പോകും പാതയിൽ ലിറിക്സ് കഴിഞ്ഞു ഇല്ല ഉണ്ട് എടുക്ക് എന്നിട്ട് വെച്ചു. തമിഴില്ല എടുക്ക്. ഇതിൻ്റെ അകത്ത് കുറേ യാക്കോബുമാർ നിൽപ്പുണ്ട്. പക്ഷേ ഈ സന്ദേശം തീരാൻ പോവാ. നിങ്ങളുടെ പേര് മാറും. ആ പേരിലൊരു രാജ്യം അറിയപ്പെടും. രാജകീയ അഭിഷേകമുള്ളവനെയാണോ അപ്പൻ ഇറക്കി വിട്ടേ? രാജകീയ അഭിഷേകമുള്ളവനെയാണോ ഒരു ദൈവദാസനെ ഇറക്കി വിട്ടേ എന്ന് തെളിയിക്കുന്ന ഒരു സമയം വരുമെന്ന് ഞാൻ പ്രവചിച്ചാൽ എല്ലാ കണ്ണുകളും അടച്ച് ശാന്തമായിട്ട് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം. വഴിയെല്ലാം അടഞ്ഞു നിൽക്കുന്ന നിനക്ക് ഇന്ന് രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വഴി തുറക്കുന്നവൻ വീട് മുറ്റത്തെത്തിയിരിക്കും. കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, അഭിഷിക്തനെ വഴി തുറക്കാൻ പോവാ. വാ തുറന്ന് അന്യഭാഷ പറഞ്ഞ് വഴി തുറക്കുന്നവൻ്റെ മുമ്പിൽ ആ ലൂസിൻ്റെ ഏകാന്തത വന്ന് പൊട്ടിക്കറിയുമ്പോൾ നിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അനുഭവിക്ക്. തൻ്റെ ഇടം കണ്ടില്ലേ? അനുഭവിക്ക്. പലരും പറയും മൈൻഡ് ചെയ്യണ്ട. പൊട്ടിക്കരഞ്ഞു. സ്വർഗം തുറക്കാൻ പോവാ. ഇറക്കി വിട്ട അപ്പൻ ആശ്ചര്യപ്പെടും. പൊക്കോളം പറഞ്ഞ അമ്മ ആശ്ചര്യപ്പെടും. നിന്നെ ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞ ലീഡേഴ്സ് ആശ്ചര്യപ്പെടും. നീ ഇവിടെ നിൽക്കുന്നതാ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞവൻ ആശ്ചര്യപ്പെടും. നിനക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ ഇന്ന് രാത്രി നിന്റെ ആങ്ങളമാർ നിന്നെ ഇറക്കി വിട്ടത് ഓർമ്മയുണ്ടോ? നിന്റെ കൂടെ കുട്ടിയും കോലും കളിച്ച് മുറ്റത്ത് നടന്ന അപ്പന് തുല്യം സ്നേഹിക്കേണ്ട നിന്റെ ആങ്ങള നിന്നെ മൈൻഡ് ചെയ്യാതിരുന്നത് ഓർമ്മയുണ്ടോ? നീ ഒരു അധികപ്പറ്റായി എന്ന് ചിന്തിച്ചത് ഓർമ്മയുണ്ടോ? ഇന്ന് രാത്രി അഭിമാനം വെച്ചോണ്ട് താടിക്ക് കൈ കൊടുത്തിരിക്കാതെ ഓടിവാ. കർത്താവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് സ്റ്റേജിലേക്ക് നോക്കി നിൽക്കാതെ ഇന്ന് രാത്രി നിന്നെ തൊടുവാൻ കഴിയുന്നവൻ അവൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുക. കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുക. നീ മുഖാന്തരം എല്ലാവർക്കും കാര്യങ്ങൾ സാധിക്കണമെന്നുള്ളതല്ലാതെ നിന്റെ കാര്യം സാധിക്കണമെന്നൊന്നും ആർക്കും നിർബന്ധമില്ല. ദേവദാസനെ, ചെറിയ വലയെറിയണം, വലിയ മീൻ പിടിക്കണം. എല്ലാ അച്ചാച്ചന്മാർക്കും ഇതാണ് ആഗ്രഹം. ഞാനെന്ന ചെറിയ വലയെ ഒത്തിരി പ്രാവശ്യം എറിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി ഈ വലയെറിഞ്ഞ് ദൈവം പിടിക്കുന്നതെല്ലാം മനുഷ്യ മീനുകളെയാണ്. നിന്റെ തലം ഇന്ന് രാത്രി മാറാൻ പോവാ. ഈ രാത്രി മാറാൻ പോവാ. യാക്കോബേ പോൽ പോകും പാതയിൽ പൊഴുതു പറ്റ് രാവിലിരുൾ வந்து மூடிட தூக்கத்தால் நான் கல்லில் சாய்ந்து தூங்கினாலும் என் கனாவில் நோக்கியும்மை கிட்டி சேர்வேன். வாக்கு தந்த நல்ல நாதா தேவனே நான் உமதந்தையில் இன்னும் நெருங்கி சேர்வதே அவள் பூமியில்
தேவனே நான் உமதன்று இன்னும் நெருங்கி സർവ്വതേ ആവൽ ഭൂമിയിൽ. ഏതെങ്കിലും അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്ത് ഫേസ് ടു ഫേസ് നിന്ന് പ്രാർത്ഥിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ആരാണ്? യാക്കോബേ പോകും പാതയിൽ പൊഴുതുപറ്റ് രാവിലിരുൾ വന്ന് മൂടിട. தூக்கத்தால் நான் கல்லில் சாய்ந்து தூங்கினாலும் என் கனாவில் நோக்கியும்மை கிட்டி சேவேன். வாக்கு தந்த நல்ல நாதா. Holy Spirit of God. ഒന്ന് രണ്ട് നിമിഷം കൊണ്ട് നാം ആശീർവാദം പറയാൻ പോകും. പക്ഷേ ഈ ദേശം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. യാക്കോബെ പോൽ പോകുന്ന നിന്നെ തിരുവനന്തപുരത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും പത്തനാപുരത്തു നിന്നും എറണാകുളത്തു നിന്നും കുമ്പനാട്ടു നിന്നും കാക്കനാടു നിന്നും കൊണ്ടുവന്നത് വെറുതെയല്ല. ഇനി നീ പോകണ്ട. ഇന്ന് രാത്രി ഈ ജംഗ്ഷനിൽ സ്വർഗം തുറന്നു പുതിയൊരു തലം അവൻ വെളിപ്പെടുത്താൻ പോകും. എൻ്റെ ജനം ആശ്വസിക്കട്ടെ. എൻ്റെ ജനം ആശ്വസിക്കട്ടെ. എൻ്റെ ജനം ആശ്വസിക്കട്ടെ. എൻ്റെ ജനം ആശ്വസിക്കട്ടെ. എൻ്റെ ജനം ആശ്വാസം കൈക്കൊള്ളട്ടെ. എൻ്റെ ജനം ആശ്വാസം കൈക്കൊള്ളട്ടെ. മറ്റൊന്നും ഇന്ന് രാത്രി ഇവിടെ നടക്കണ്ട. ഹൃദയം സമാധാനത്തോടെ പോട്ടെ. ഇന്ന് രാത്രി നിൻ്റെ വീട്ടിൽ സ്വർഗം തുറക്കും. ഒരത്ഭുതത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. യാക്കോബേ പോകും പാതയിൽ പൊഴുതുപറ്റ് രാവിലിരുൾ വന്ന് മൂടിട. തൂക്കത്താൽ കല്ലിൽ സാഴ്ന്ന് തൂങ്ങിനാലും എൻ കനാവിൽ നോക്കിയും കിട്ടി സേവേ. വാക്കു തന്ന നല്ല നാഥ. ഈ സെക്കൻഡ് ഞാൻ ദൈവശക്തിക്ക് കൈമാറാൻ പോവാ. ആ കൈക്ക് പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ജന്മം കൊണ്ടെന്താ അർത്ഥം? എൻ്റെ ജന്മം കൊണ്ടെന്താ അർത്ഥം എന്നോർത്തല്ലേ നിങ്ങൾ നിൽക്കുന്നേ? നിന്റെ ജന്മം കൊണ്ട് അർത്ഥം വരുത്താൻ പോവാ ദൈവം. നിന്റെ ജന്മം കൊണ്ട് അർത്ഥമില്ല. നീ ഒരു കഴുതയാണ്, വിവരമില്ലാത്തൊരാൾ, ജീവിക്കാൻ അറിയാൻ വയ്യാത്തൊരാൾ. പക്ഷെ ഇന്ന് രാത്രി ജന്മം കൊണ്ട് അർത്ഥം വരുത്താൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് ചിലതിൻ്റെ മേലെ ഇറങ്ങുകയാണ്. കണ്ണുകളടച്ച് വാതുറന്ന് അന്യഭാഷ പറഞ്ഞ് ശക്തിക്ക് ഞാനിത് കൈമാറുന്നു. നിന്റെ മക്കൾക്കൊരു ഗതി ഉണ്ടാകത്തില്ല, ജോലി ഉണ്ടാകത്തില്ല, നന്മയുണ്ടാകത്തില്ല, വിദേശ വിസ ഉണ്ടാകത്തില്ല, യാത്ര ഉണ്ടാകത്തില്ല, ജോലിയില്ല. പിശാചേ പോ. ഇന്ന് രാത്രി എൻ്റെ ജനത്തിൽ തൊടുകാതെ എൻ്റെ ജനത്തെ തൊടു. Hamshianasi, oh Rajana, Hamsiani, Rajana Rasi, Hasiari Bamtonas, Adanase Rajanare. കർച്ചീഫ് വായിക്കകത്ത് കടിച്ചു പിടിച്ച് ഈ പാട്ട് പാടി കരഞ്ഞവനാ ഞാൻ.
എന്നിട്ടാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറി വന്നത്. വായിക്കകത്ത് കർച്ചീഫ് കടിച്ചു പിടിച്ച് ഞാൻ അലറിക്കറിഞ്ഞ്, കർത്താവേ, ഇവിടെ സ്ഫോടനമൊന്നും നടന്നില്ലേലും എൻ്റെ ജനം സമാധാനത്തോടെ വേണം വീട്ടിൽ പോകാൻ. ഇനി അവരെ ആരും വിട്ട് തട്ടരുത്. ആരുടെ മുമ്പിൽ അവർ കളിപ്പാവയല്ല, ആരുടെ മുമ്പിൽ അവർ അടിമയല്ല, അവർ പടക്കുതിരയായി മാറണം. ആ അഭിഷേകത്തെ സ്വീകരിക്കാം. ഇന്ന് രാത്രി ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. വിത്തൗട്ട് മൈക്രോഫോണിൽ ഇവിടെ മിനിസ്ട്രി തുടർന്നുകൊണ്ടേയിരിക്കും. ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എഴുതി വെച്ചോ, ആ രാത്രിക്ക് ഇന്നുകൊണ്ട് വിരാമം കുറിക്കുന്നു. ഏത് സഹോദരിക്കും ഒരു ലൂസുണ്ട്, രണ്ടില്ല, ഒറ്റ ലൂസ്. അത് കഴിഞ്ഞ് നീ പുറത്തു വരാം. ഇന്ന് രാത്രി കൈ ഉയർത്തി ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, സർവബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളുടെ മേൽ സമാധാനത്തോടെ പിരിയാം. പക്ഷേ ആ വരി ഒന്നുകൂടെ വായിക്കണം. യാക്കോബിനെ പോലെ അലഞ്ഞവർക്ക് ടേസ്റ്റ് അറിയാവും. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഒരാൾ കണ്ണ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. സന്തോഷത്തോടെ കടന്നു പോവുക. അഭിഷേകത്തോടെ നിൽക്കുന്നവർ നിൽക്കുക. സിസ്റ്റം ഓഫ് ചെയ്യാം.
എൻ്റെ വോക്കൽ